നിങ്ങളുടെ വാഹനങ്ങൾക്ക് എനിക്ക് പിറകിലേക്ക് കാണുന്ന ഇതേപോലുള്ള മാവുകൾ വില്ലന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ, പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. ഈ മാവുകളുടെ പൂക്കൾ നിങ്ങളുടെ വാഹനമേൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ള നനവ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറ വരുന്നതായിരിക്കും. ആ കറ നിങ്ങളുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനെ ഡാമേജ് ചെയ്യും. ഇപ്പോൾ വേനൽക്കാലമാണ്, നമ്മൾ തണലിന് വേണ്ടി വാഹനങ്ങൾ മരങ്ങളുടെ അടിയിൽ കൊണ്ടിടും. അതേപോലെ തന്നെ വേനൽ മഴകളും ചെറിയ ചാറ്റൽ മഴകളും പെയ്യുന്ന സമയം കൂടെയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഈ കറകൾ നിങ്ങളുടെ വാഹനത്തെ പൂർണ്ണമായിട്ടും കീഴടക്കും. പെയിൻറ്റുകൾ മൊത്തത്തിൽ ഡാമേജ് ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇങ്ങനെ മാവുകളുടെ അടിയിലോ തണലിലോ ഒക്കെയാണ് നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേന്ന് രാവിലെ വാഹനം കഴുകുക, അല്ലെങ്കിൽ തുടയ്ക്കുക, വൃത്തിയാക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ഡാമേജ് ചെയ്യും. ഈ കളർ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതേതാ വണ്ടിയെന്നല്ലേ? ടാറ്റ ടിയാഗോയുടെ പുതിയ ചില്ലൈം എന്ന കളറാണ് കേട്ടോ. ടിയാഗോയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രില്ലിലാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം. പഴയ ടിയാഗോയും പുതിയ ടിയാഗോയും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന EVയുടെ ബാഡ്ജിങ് എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. മാറ്റപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെയുണ്ട്. ഫോഗ് ലാമ്പ്, പഴയ ടിയാഗോയ്ക്ക് ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു, ഇതിനകത്തേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പില്ല. കൂട്ടത്തിൽ ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയത് ബൾബുകളായിരുന്നു, ഇതിനകത്തേക്ക് വരുമ്പോൾ LED ബൾബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു മാറ്റം ഉണ്ട്. ഈ LED ബൾബുകളുടെ രാത്രിയിലുള്ള പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ ഒന്ന് കമൻറ്റിൽ പറയുകയും വേണം കേട്ടോ. പുത്തൻ ടിയാഗോ.EVക്കുള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഡ്യുവൽ ടോണായിട്ടുള്ള പുതിയൊരു കളർ തന്നെ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നു. AC വെൻറ്റുകളുടെ സ്ഥാനം നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇവിടെ അത് കീഴിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. 10.2 ഇഞ്ച് വരുന്ന ടാറ്റയുടെ പുത്തൻ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിയാഗോ.EV എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ് പുതിയ ടിയാഗോ.EVക്ക് നൽകിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഡ്യുവൽ കളറിൽ വരുന്ന സ്റ്റിയറിംഗ് വീല് ഫ്ലാറ്റ് ബോട്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. ഇതിനകത്തായിട്ട് ധാരാളം ഫിസിക്കൽ സ്വിച്ചുകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് ഒരു ഫിസിക്കൽ സ്വിച്ചുകളുമില്ല. ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോളും ബ്ലൂടൂത്ത് കണക്ഷനും എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇനി ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റവും ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും നിങ്ങൾ നോക്കി, അതിനകത്തും കാര്യമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ടുണ്ട് ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം സഹിതം. 19.2 kV ഉള്ളതും 24 kV ഉള്ളതുമായിട്ടുള്ള 2 ബാറ്ററി പാക്കുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 223 കിലോമീറ്റർ റേഞ്ചും 293 കിലോമീറ്റർ റേഞ്ചുമാണ് നമ്മൾക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുക, 2 പവർ ട്രെയിനുകളിലായിട്ടും. പഴയ ടിയാഗോ EVയായിട്ട് നോക്കുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ റേഞ്ച് മാത്രമേ നമ്മൾക്ക് അധികമായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റിൽ പറയണം. അതേപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയും വേണ്ട. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മടിക്കാൻ മറക്കേണ്ട. വീഡിയോ ബൈ ദിവിൻ സുരേന്ദ്രൻ.